വടകര കടത്തനാട് ലേബർ സൊസൈറ്റിയിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാതെ വടകര പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് ആക്ഷേപം. വൻതുക നഷ്ടപ്പെട്ട സാധാരണക്കാരായ നിക്ഷേപകർ ദിവസങ്ങളായി വടകര പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്. പ്രതികളെ സംരക്ഷിക്കാനാണ് പോലീസ് ബോധപൂർവം ശ്രമിക്കുന്നത് എന്നും ഇരകളുടെ ആരോപണം. കടത്തനാട് ലേബർ സൊസൈറ്റിയുടെ തട്ടിപ്പിനിരയായ നിരവധി നിക്ഷേപകർ വടകര പോലീസിൽ രേഖാമൂലം പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായിട്ടില്ല. വൻ തുക നഷ്ടപ്പെട്ട സാധാരണക്കാരായ നിക്ഷേപകർ ഓഫീസുകൾ കയറിയിറങ്ങി നിരാശരായി മടങ്ങുകയാണ്. സെപ്റ്റംബർ 6-നാണ് പരാതി അവിടെ വാങ്ങി വെച്ചത്. എന്നിട്ട് അതിൻ്റെ റെസീറ്റ് തന്നെന്നല്ലാതെ പിന്നീട് വിളിക്കാനൊക്കെ പറഞ്ഞ് അടുത്ത ദിവസം തന്നെ വിളിക്കാനൊക്കെ പറഞ്ഞ് പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടൊരു നീക്കമൊന്നും ഇതുവരെ നടന്നിട്ടില്ല. മകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ട് സ്വരൂപിച്ച പണമത്രയും സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. അത് മുഴുവൻ അവർ തട്ടിയെടുത്തെന്ന് നിക്ഷേപകയായ ഹസ്മ പറഞ്ഞു. മോളെ പൊന്ന് വിട്ടിട്ട് മോളെ പേരിലിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പൈസ ഇട്ട് ഇങ്ങനെ നാളെ മറ്റന്നാളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതല്ലാണ്ട് ഇതുവരെ തന്നിട്ടില്ല. ഞാൻ മോളെ പഠിപ്പിനും മോളെ കല്യാണത്തിനും കൂടി വെച്ച പൈസയാണ്. പ്രതിസ്ഥാനത്തുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളെ നിയമ നടപടികളിൽ നിന്ന് രക്ഷിച്ചെടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് തട്ടിപ്പിനിരയായവർ ആരോപിക്കുന്നു. പുതിയ പരാതികളിൽ അടിയന്തരമായി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നിക്ഷേപകരുടെ തീരുമാനം. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇബ്രാഹിം ഹാജിയുടെ മരണവും സൊസൈറ്റിയിൽ നടന്ന തട്ടിപ്പും അന്വേഷിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.